അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന അത്രയ്ക്ക് മഹത്വമേറിയ ഒരു അമലിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ പഠിക്കുന്ന കുട്ടികളാകട്ടെ, വീട്ടമ്മമാരാകട്ടെ, കച്ചവടം നടത്തുന്നവരാകട്ടെ, ഇനി ആരുമായിക്കോട്ടെ, അങ്ങനെ ഉള്ള എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു അമലിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി പഠിക്കുന്നവർക്ക് പഠന സംബന്ധമായ കുറെ ലക്ഷ്യങ്ങൾ ഉണ്ടാകും, അല്ലേ? ഇനി ജോലി ചെയ്യുന്നവർക്കോ അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുണ്ട്, അല്ലെങ്കിൽ കച്ചവടക്കാർക്ക് കച്ചവടം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉള്ള സംഭവങ്ങൾ, ആഗ്രഹങ്ങൾ ഉണ്ടാകും, അല്ലേ? അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഹൈറായിട്ടുള്ള എന്താഗ്രഹമാണോ ഈ അമൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും അത് സാധിച്ചിരിക്കും. നമ്മുടെ മനസ്സിലൊരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ചിന്ത മാത്രം ഉണ്ടായാൽ മതി. ഞാൻ ഈ അമൽ ചെയ്താൽ എൻ്റെ അല്ലാഹു തആല, എൻ്റെ പടച്ച റബ്ബ് എനിക്കത് സാധിച്ചു തരും എന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള, ഒരു ദൃഢമായിട്ടുള്ള ഒരു വിശ്വാസം എപ്പോഴും മനസ്സിൽ ഉണ്ടായാൽ മാത്രം മതി. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അത് തീർച്ചയായിട്ടും സാധിച്ചു തരും. ഇതിപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തായിരിക്കണം ഇത് ചെയ്യേണ്ടത്. ആരുടെയും ഒരു ശല്യമില്ലാതെ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തായിരിക്കണം ഇത് ചെയ്യേണ്ടത്. ഏറ്റവും നല്ലത് ഒന്നെങ്കിൽ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷമോ, അല്ലെങ്കിൽ സുബഹിക്ക് ശേഷമോ, അല്ലെങ്കിൽ മഗ്‌രിബിന് ശേഷമോ. ഈ 3 സമയത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളായിട്ട് തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ആരുമായിട്ട് മിണ്ടാനോ അങ്ങനൊന്നും പോകാൻ പറ്റാത്ത ഒരു സമയത്ത് വേണം ഈ അമൽ ചെയ്യാൻ. ആദ്യം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ആവശ്യം നിറവേറാനുള്ള 2 റക്അത്ത് സുന്നത്ത് അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു എന്നും പറഞ്ഞ് നിയത്ത് വെച്ചതിന് ശേഷം 2 റക്അത്ത് നമസ്കരിക്കുക. നിസ്കാരത്തിന് ശേഷം സൂറത്തുൽ ഹദീദിലെ 3-ാമത്തെ ആയത്ത് ഹുവൽ അവ്വലു വൽ ആഖിറു വത്വാഹിറു വബാത്തിനു വഹുവ ബികുല്ലി ഷൈഇൻ അലീം എന്ന് തുടങ്ങുന്ന ഈ ആയത്തിന് വളരെ വളരെ മഹത്വമേറിയ ഒരു ആയത്താണിത്. ഇത് 45 തവണ ഓതുക. ശേഷം നമ്മുടെ ആവശ്യം എന്താണോ അത് മുൻനിർത്തി അല്ലാഹു തആലയോട് ദുആ ചെയ്യുക. കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. എൻ്റെ ആഗ്രഹം എനിക്ക് സാധിച്ചു തരണേ റബ്ബേ, സാധിച്ചു തന്നേ പറ്റൂ. എൻ്റെ ഹൈറായിട്ടുള്ളതാണെങ്കിൽ മാത്രമേ ഇത് ചെയ്യാവൂ. ഇത് ഹൈറല്ലാത്ത കാര്യങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ തിരിച്ച് നമുക്ക് വിപരീതമായിട്ടുള്ള ഫലമായിരിക്കും അല്ലാഹുവിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് ഹൈറായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം ഇത് ഉപയോഗിക്കും. ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഹൈറായിട്ടുള്ള ആഗ്രഹങ്ങൾ അല്ലാഹുവിനോട് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അല്ലാഹു തആല സാധിച്ചു തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.